പുത്തൂരൊക്കെ അങ്ങോട്ട് പോകണം, പുത്തൂരൊക്കെ അങ്ങോട്ട് ഇവിടെ വരൂ. വരട്ടെ. ആ പോട്ടെ നേരെ പോട്ടെ, അങ്ങോട്ട് പോകട്ടെ. ആ പോട്ടെ. ആ വണ്ടിച്ച് പുറമെടുത്തല്ല പോട്ടെ ഇല്ല. ആ പോട്ടെ വരട്ടെ. ആ വരട്ടെ. ഇനി അവിടെ സ്റ്റോപ്പ് ചെയ്യണേ. പുത്തൂര് നേരെ വയ്ക്കോ. പോലീസിനും ഹോം ഗാർഡിനുമൊന്നും ഈ മനുഷ്യനെ തോൽപ്പിക്കാനാവില്ല. ഒരു നാട് മുഴുവൻ പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതാഗതക്കുരുക്കിൻ്റെ ഭീതിയിലകപ്പെട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇദ്ദേഹം. സുഹൃത്തിനെയും കൂട്ടുപിടിച്ച് പുലർച്ചെ 6:30 മുതൽ 6 മണിക്കൂറോളമാണ് ഈ പൊതുപ്രവർത്തകൻ ട്രാഫിക് നിയന്ത്രിച്ചത്. അവധി ദിനമായ ഞായറാഴ്ച കൃത്യസമയത്ത് ആൾക്കാർ വീട്ടിലെത്തിയതിന് കടപ്പെട്ടിരിക്കുന്നത് കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് സ്വദേശിയായ ഈ ജസീം ചേട്ടനോടാണ്. പൊതുപ്രവർത്തകനായ ഇദ്ദേഹം ഞായറാഴ്ച രാവിലെയാണ് കണ്ടെയ്നർ ലോറികൾ കൊട്ടാരക്കര പള്ളിക്കൽ റോഡിലുണ്ടാക്കിയ നാശനഷ്ടമറിയുന്നത്. ഇത് കാണാനെത്തിയപ്പോഴാണ് പോലീസും ഹോം ഗാർഡുമൊക്കെ സ്ഥലത്തെ കൈയൊഴിഞ്ഞ കാര്യം അറിയുന്നത്. പിന്നീട് പൊരിവെയിലത്ത് ജസീമിന് വിശ്രമമില്ലായിരുന്നു. തിരികെ ഒന്നും ആഗ്രഹിക്കാത്ത പൊതുപ്രവർത്തന മാതൃക. നിമിഷ നേരം കൊണ്ടുള്ള കൈകളുടെ ആക്ഷൻ ചിലപ്പോൾ ചിലർക്കെങ്കിലും ചിരി സമ്മാനിച്ചെങ്കിലും ജസീമിന് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. വാഹനങ്ങൾ കടത്തിവിടുന്ന തിരക്കിലായിരുന്നു മണിക്കൂറുകളോളം ഇദ്ദേഹം. അങ്ങനെ കയറ്റിവിടാക്കത്തില്ല അവിടെ. പോട്ടെ ചന്തമുക്കല്ലേ പോട്ടെ. ആ പോട്ടെ വാ വരൂ നേരെ പോട്ടെ. വരട്ടെ. ആ പോട്ടെ. പോട്ടെ. ആ പുത്തൂരാണോ പുത്തൂരോ ഇഞ്ചക്കാട് ഇങ്ങനെ പോട്ടെ നേരെ വയ്ക്കുക. ഇഞ്ചക്കാട് ആ പോട്ടെ. അതെന്ന് പറഞ്ഞാൽ രാവിലെ വന്ന ഒരു വലിയ ലോറി. നമുക്ക് സാധാരണ ഈ റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില വാഹനങ്ങളുണ്ട് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ കണക്കിലും പ്രകാരം സാധാരണ ഈ കമ്പികൾ കണക്കിൽ പല ഉയരമുള്ള ചില ലോറികൾ വന്നാണ് പോസ്റ്റ് ഇടിക്കുകയും അതിനനുസരിച്ച് ട്രാൻസ്ഫോമർ ഉൾപ്പെടെ ഇതിപ്പോൾ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്നോട് കണ്ടുവരുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വാഹനങ്ങൾ നിയന്ത്രിച്ചേ പറ്റൂ. അതിന് അല്ല ഇന്നലെ അവിടെ ആളുണ്ടായിരുന്നു, ഇന്ന് ആരുമില്ല. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വലിയ വാഹനം വരുമ്പോണ്ടല്ലോ അപ്പോൾ തന്നെയല്ലേ വലിയ പോട്ടെ വലിയ വാഹനങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിലവാരമില്ല. അപ്പോൾ ആ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബുദ്ധിമുട്ടാണ്. ആകെ ചെറിയ റോഡാണത്. അപ്പോൾ ഇവർ ഇത് ചെയ്യണം, ഈ അല്ലാത്ത വലിയ വാഹനങ്ങൾ ഈ ലോറികളെ അതിനെല്ലാം വേറെ റൂട്ടിലേക്ക് അവിടെ നിന്ന് തിരിച്ചു വിടണം. ചന്തമുക്കിൽ നിന്ന് തന്നെ അത് മറ്റു വഴി ഏനാർ വഴി പോകാനുള്ള ഏർപ്പാട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് അവസാനിക്കാൻ പറ്റും. വരൂ പോട്ടെ. അപ്പോൾ അതുവഴി പരമാവധി വാഹനങ്ങൾ കടത്തി വിടുമ്പോഴത്തേക്ക് ഒരു റോഡിൽ കൂടി താങ്ങാവുന്ന ഒരു വഴികളുണ്ട്. അതനുസരിച്ച് മാത്രമേ അതിലാണ് ഫാൾട്ട്. വന്നോ. അപ്പോൾ 6-ാം തീയതി വരെ ബുദ്ധിമുട്ടുണ്ട്. ലൈൻ പൊട്ടി ഇന്ന് ഞങ്ങൾ പരമാവധി, കാരണം എലക്ട്രിസിറ്റിയുടെ ഉദ്യോഗസ്ഥരോ അതിൻ്റെ അതുപോലെ ഏറ്റവും കൂടുതൽ അത് മാത്രമല്ല രാവിലെ ഇവിടെ ഒരു മദ്രസ ഈ ഒരു 8-10 പൈസ 12 പൈസ താഴെ. എങ്ങോട്ട് വരാം? പുത്തൂരാണോ? ആ നേരെ വയ്ക്കോ. അവിടുന്ന് ഫസ്റ്റ് ഇടത്തോട്ട് പോട്ടെ. ഇത് പൊട്ടുമ്പോൾ തന്നെ ആ കുട്ടികൾ ഇതിലെ യാത്രയായിരുന്നു. രാവിലെ ഇവിടെ മദ്രസയ്ക്ക് വരാൻ വേണ്ടി ഒരു 10-200 കുട്ടികൾ ഇതിലെ സഞ്ചരി സമയമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് ഒരു കൊച്ചിൻ്റെ പിതാവ് കണ്ടതുകൊണ്ട് മാത്രം ആ സമയം ഒന്നും സംഭവിച്ചില്ല. കുട്ടികളെ ഇങ്ങനെ കടത്തിവിട്ടില്ല. ഇല്ലെങ്കിൽ ഇന്നലെ പലതും സംഭവിച്ചേനെ. കാരണം ഈ കമ്പികൾ മൊത്തം റോഡിലായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ ഈ സൈഡിലാണ് നടന്നു വരുന്നത്, പൊടി കുഞ്ഞുങ്ങൾ 7-8 വയസ്സുള്ള കുഞ്ഞുങ്ങളെ. പുത്തൂരാണെങ്കിൽ ഇതിലെ വലിയ വാഹനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ചരക്ക് ലോറികൾ കടന്നു വരാതിരിക്കുക. വലിയ ട്രക്കുകളുണ്ട്. ട്രക്കെന്ന് പറഞ്ഞാൽ 12-14 വീലുള്ള ട്രക്കറുകൾ, അത് കടന്നു വരാതിരിക്കുക. പ്രൈവറ്റ് ബസ് പോകുന്നതിന് എങ്ങനെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും പൂർണ്ണമായി അതിൻ്റെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരികൾ പൂർണ്ണമായി കേട്ടോ ആത്മാർത്ഥമായി രാവിലെ പോലെ നിൽക്കുകയാണ്. പിന്നെ നാട്ടുകാരെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഈ കറണ്ടിൻ്റെ പണിയൊന്നും അറിയാത്തതുകൊണ്ട് അതിൽ സഹായിക്കാൻ കഴിയുന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുള്ളൂ. ആ വലിയ ലോഡ് വണ്ടികളെ ചന്തമുക്കിൽ വെച്ച് ഇവിടെ പോവുകയാണ്. നിങ്ങൾ പുത്തൂരേക്ക് പോവുകയാണെങ്കിൽ ഇതുവഴി കടന്നു പോകരുത് എന്ന് അവർക്കൊരു വാണിംഗ് കൊടുത്ത് അവർ നേരെ കറങ്ങി വന്നു. സ്റ്റോപ്പ് പോട്ടെ. പുത്തൂര് നേരെ വയ്ക്കോ. വരോ അവിടെ നിൽക്കട്ടെ.
വരാൻ പറ. അച്ഛാ അച്ഛാ അതങ്ങനെ കയറ്റി വിടാക്കത്തില്ല അവിടെ. പോട്ടെ 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 പോട്ടെ. ചന്തമുക്കല്ലേ പോട്ടെ പോട്ടെ ചന്ത പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ 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 പോട്ടെ. വാ 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 വരൂ. നേരെ പോട്ടെ 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 പോട്ടെ. പുത്തൂരാണെങ്കിൽ അങ്ങോട്ട് പോ. പുത്തൂർ അങ്ങോട്ട് വയ്ക്കോ. പുത്തൂർ അങ്ങോട്ട് വയ്ക്കോ. പുത്തൂർ അങ്ങോട്ട്. പള്ളിക്കൽ പൂവറ്റൂര്. പള്ളിക്കൽ പൂവറ്റൂര് കഴിക്കാൻ പോട്ടെ. പള്ളിക്കൽ പൂവറ്റൂര് പുത്തൂർ അങ്ങനെ പോട്ടെ 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 പോട്ടെ. പുത്തൂര് പോട്ടെ 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 പോട്ടെ. വേണ്ട. ആ പോട്ടെ. ആ പോട്ടെ. ആ പോട്ടെ. ആ ഹെൽമെറ്റ്. ആ പോയി പോട്ടെ. ഇപ്പോൾ കയറി കയറി പോ. കയറി പോ പോട്ടെ. ആ പുത്തൂരിങ്ങനെ പുത്തൂർ എളുപ്പം. ഫസ്റ്റ് എടുത്ത് കേട്ടോ. ഫസ്റ്റ് എടുത്ത് അവിടെ. പുത്തൂർ ഫസ്റ്റ് എടുത്ത് അവിടെ. പുത്തൂരാണെങ്കിൽ ഫസ്റ്റ് എടുത്ത് അവിടെ. പുത്തൂര് ചേട്ടാ പുത്തൂരാണോ? ആണോ? പൂവറ്റോ ഇങ്ങനെ വയ്ക്കോ. ഇന്നില്ല ഒരു മിനിറ്റ് വാ. ആ പോട്ടെ 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 പോട്ടെ. ആ പൂവറ്റൂർ പോട്ടെ പോട്ടെ. ആ പുത്തൂരാണോ പൂവറ്റൂരോ? പുത്തൂരോ? ഇഞ്ചക്കാട് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ പോട്ടെ. നേരെ വയ്ക്കുക. ഇഞ്ചക്കാട്. ആ പോട്ടെ. ആ വരട്ടെ. ആ പുത്തൂർ ഇങ്ങനെ അവിടുന്ന് ഫസ്റ്റ് എടുത്ത്. പുത്തൂരാണോ? പുത്തൂർ ഫസ്റ്റ് എടുത്ത്. ഇതാ എളുപ്പം. ആ വയ്ക്കാം. ഇതിലേ വയ്ക്കോ. ആ പോട്ടെ. അതെ പോട്ടെ. പുത്തൂരൊക്കെ അങ്ങോട്ട് വെക്കണം. പുത്തൂര് അതൊക്കെ പുത്തൂര് പോട്ടെ. പുത്തൂർ നേരെ പോട്ടെ. പുത്തൂര് പോട്ടെ. പുത്തൂർ നേരെ പോട്ടെ. വരൂ.